നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിലുള്ള മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് MC റോഡ് വഴി മധുമൂലയിൽ എത്തി അവിടുന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്താനായിട്ട് സാധിക്കും. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം. ഇതിന് 2 നാലമ്പലങ്ങളും അതുപോലെ തന്നെ 2 കൊടിമരങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻവശത്ത്, ക്ഷേത്രത്തിന്റെ ഇടത്തുവശത്ത് തെക്കോട്ട് ദർശനമായിട്ടുള്ള ഗണപതി ക്ഷേത്രവും ഉണ്ട്. ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യമായ ഒറ്റയപ്പം വളരെ പ്രസിദ്ധമാണ്. വിഘ്നങ്ങളെ മാറുന്നതിനും അതുപോലെ ദുഃഖ നിവാരണത്തിനുമൊക്കെ ഈ വഴിപാട് കൊണ്ട് ഭക്തജനങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇവിടെ നടന്ന വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള പൂജകളാണ് നമ്മൾ ദർശിക്കുന്നത്. ഗണപതി ക്ഷേത്രത്തിലെ വിഘ്ന നിവാരണത്തിനായിട്ട് വാഴപ്പള്ളി ഗണപതി അപ്പം അല്ലെങ്കിൽ ഒറ്റയപ്പ നിവേദ്യം എന്ന വഴിപാട് കഴിപ്പിച്ചാൽ എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടും എന്നുള്ളത് ഭക്തന്മാർ സാക്ഷ്യപ്പെടുന്നു. ദിവസവും ഈ നിവേദ്യ വഴിപാട് ഇവിടെ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ മോദകം, ഉണ്ണിയപ്പം വഴിപാടുകളും ഇവിടെ നടത്തപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ആദ്യമായിട്ട് നടന്ന നിവേദ്യം ഒറ്റയപ്പം ആയതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും പ്രധാന നിവേദ്യമായിട്ട് ഈ ഗണപതിയൊപ്പം നിവേദ്യം നടത്തുന്നത്. വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷം വളരെ പ്രസിദ്ധമാണ്. എല്ലാ വർഷവും അനേകായിരം ഭക്തജനങ്ങളാണ് ഈ വിനായക ചതുർത്ഥി ദിവസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. പരശുരാമന് പ്രതിഷ്ഠ നടത്തിയ 108 ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം. ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇടംപതി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട് ഇടത്ത് വശത്തായിട്ട് വാഴപ്പള്ളി ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട്. തെക്കോട്ട് ദർശനമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തജനങ്ങളെ അവരുടെ വിഘ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മാറാനായിട്ട് വേണ്ടി ഇവിടെ നടത്തുന്ന പ്രധാന വഴിപാടാണ് ഒറ്റയപ്പം അല്ലെങ്കിൽ ഗണപതിയപ്പം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 1 പണം 1/2 പണം എന്ന രീതിയിലാണ് ഈ വഴിപാടുകൾ കൂടാതെ ഗണപതി ഭഗവാന് മോദകം, ഉണ്ണിയപ്പം എന്ന വഴിപാടുകളും ഇവിടെ നടത്തുന്നു. ദിനംപ്രതി ധാരാളം ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ദേവിയൊക്കെ കടാക്ഷം ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത്. വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള പൂജകൾ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ
ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.